ഒരുപക്ഷെ ആദ്യമായി വചന സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഈ തെരുവുകളിലുണ്ടെങ്കിൽ അവർ കൂടെ അറിയാൻ വേണ്ടി രണ്ട് നിയമങ്ങളിലായി, പഴയതും പുതിയതുമെന്ന രണ്ട് നിയമങ്ങളിലായി ലിഖിതമായ 66 പുസ്തകങ്ങളെ വ്യവസ്ഥാപിതമായി ക്രോഡീകരിക്കപ്പെട്ട മഹനീയമായ ഗ്രന്ഥമാണ് ബൈബിൾ. ഹലോ, ലോകത്തിൽ ഇത്രയധികം ഭാഷകളിൽ അച്ചടിക്കപ്പെട്ട മറ്റൊരു പുസ്തകം ഇല്ല. അടുത്തൊരു പദം കൂടെ പറയുമ്പോൾ ഒരുമിച്ച് സ്തോത്രം പറയണം. ഇത്രയും അധികം ഭീഷണികളെ അതിജീവിച്ച മറ്റൊരു പുസ്തകമില്ല. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ആമേൻ. ഇത്രയധികം കോപ്പികൾ അച്ചടിച്ചിട്ടും എഴുതിയ ഒരു നിലപാട് പോലും തിരുത്തേണ്ടി വരാത്ത ഒരു പുസ്തകം ഉണ്ടെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന സത്യവേദ പുസ്തകമാണ്. നയം തിരുത്തുമ്പോൾ പലർക്കും പലതും മാറ്റി പറയേണ്ടതുണ്ട്, അല്ലേ? മാറ്റി പറഞ്ഞതിന് വിശദീകരണ യോഗങ്ങൾ തെരുവായി ഞങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷെ ഇന്നുവരെ നയം തിരുത്തിയതിന്റെ വിശദീകരണ യോഗം നടക്കാത്ത, ഓ ജീസസ്, തലമുറകൾ കൈമാറിയിട്ടും പറഞ്ഞു തീരാനോ പ്രസംഗിച്ചു തീരാനോ കഴിയാത്ത ഒരമൂല്യ ഗ്രന്ഥം ഉണ്ടെങ്കിൽ മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ചത് ഈ പുസ്തകമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തെ കുറിച്ച് ഒരു വാക്കുകൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ. 27 പുസ്തകങ്ങൾ അടുക്കി വെച്ചേക്കുന്ന പുതിയ നിയമം, അതിൽ 8 എഴുത്തുകാർ, അതിൽ ഏറ്റവും അധികം എഴുതിയത് ത്യാഗവര്യനായ പൗലോസ്ലീഹയാണ്. ആരാ? പൗലോസ്ലീഹ. 1-2 കാര്യങ്ങൾ ഞാൻ പൗലോസിനെ കുറിച്ച് പറഞ്ഞിട്ട് മുമ്പോട്ട് വരാം. അത് ഇതിനകത്തു കൂടിയിരിക്കുന്ന ദൈവമക്കളോട് മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുമ്പോൾ ഈ സമൂഹത്തോടും നമുക്ക് സംവദിക്കാനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവിടെ മൈക്കിൽ കൂടെ വായിക്കാൻ ഓപ്ഷൻ ഉണ്ടോ? ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ശൗൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മഹാപുരോഹിതന്റെ അടുക്കൽ ചെന്നു. ദമസ്കോസിൽ ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് അവനോട് അധികാരപത്രം വാങ്ങി. പൗലോസിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു പദമാ. അവന്റെ ആദ്യത്തെ പേര് ശൗൽ. ഒരു പ്രത്യേക അധികാരപത്രം പുള്ളി വാങ്ങി. എന്നിട്ട് കർത്താവിന്റെ ശിഷ്യന്മാർക്ക് നേരെ ഭീഷണി. എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ശിഷ്യന്മാർക്ക് നേരെ ഭീഷണി. 2, ഈ മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീയെ കണ്ടാൽ ദമസ്കോസിൽ നിന്ന് പിടിച്ചു കെട്ടി കൊണ്ടുപോയി ഇടാൻ, വലിച്ചഴച്ചോണ്ട് കൊണ്ടുപോകാനുള്ള അധികാരപത്രമുള്ളവൻ ആയിരുന്നു പൗലോസ്. അവനെ കൊണ്ട ഏറ്റവും അധികം ഇതിനകത്ത് സ്വർഗം എഴുതിപ്പിച്ച്. എന്റെ കൂടെ ഉണ്ടോ? എന്നെ കേൾക്കുന്ന നല്ലവരായ സ്നേഹിതരമല്ലേ, ഒരു പക്ഷെ ആദ്യമായി ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന സഹോദരങ്ങൾ ഞങ്ങൾക്ക് ചുറ്റും കാണാം. നിങ്ങളോട് ഈ കൂടിയിരിക്കുന്ന ജനസഞ്ചയങ്ങളുടെ പ്രതിനിധിയായി നിന്നുകൊണ്ട് സന്തോഷത്തോടൊരു വാക്ക് പറയാം. സഹോദര, ക്രിസ്തു ശിഷ്യനാണെന്നുള്ള ഒറ്റ പേരിൽ ഞങ്ങൾക്ക് നേരെ നീ ഭീഷണി ഉയർത്തുമ്പോ ഞങ്ങൾക്കൊരൽപ്പം പോലും ഭയം തോന്നാത്തതിന്റെ കാരണം, ചീത്ത മുഖത്ത് നോക്കി വിളിക്കുമ്പോ നിന്നെ നോക്കി ചിരിക്കാൻ കാരണം, നിന്റെ മുഖത്ത് ഞങ്ങൾ ഒരു പൗലോസിനെ കാണുന്നത് കൊണ്ടാ. എന്റെ കൂടെ ഉണ്ടേ ഒരു ആമേൻ പറയണേ. പ്രൈസ് ദി ലോർഡ്. വല്ല പുരുഷന്മാരെയോ സ്ത്രീയോ കിട്ടിയാൽ പിടിച്ചു കെട്ടി വലിച്ചെഴച്ചോണ്ട് പോകാൻ, അധികാരപത്രം പാസാക്കാനല്ലേ നിൽക്കുന്നേ, ആക്കിക്കോ, ഞങ്ങൾക്ക് പ്രയാസമില്ല. കാരണം അങ്ങനെയുള്ള ചിലതിനെ പൊക്കിയെടുത്ത് പാസ്റ്ററാക്കുന്ന ഒരു സുവിശേഷമാണ് ഇന്നു രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്.
വിശ്വസിക്കുന്നവർ ആ കരമടിച്ച് ജനം അറിയ പറ, ശിഷ്യന്മാരെ എതിരെ ഭീഷണിപ്പെടുത്താൻ വായ്കൾ തുറന്നാൽ ഞങ്ങൾ പിക്കറ്റിംഗ് നടത്തില്ല, ഞങ്ങൾ ഹർത്താൽ വിളിക്കില്ല, ഞങ്ങൾ ബന്ധു വെക്കില്ല, ഞങ്ങൾ ജനപ്രതിനിധികളെ ബന്ധോസ്തയാക്കില്ല. പകരം ഞങ്ങളുടെ ഒരു അധികാരമുണ്ട്. അത് മുട്ടുമേലിരുന്ന് കരയുന്ന അനന്യാസിന്റെ മേൽ പകർന്ന അസാധാരണമായ അഭിഷേകമാണ്. എന്നോട് ചേർന്ന് എത്ര പേരുണ്ട് ഇന്ന് രാത്രി കണ്ടല ദേശത്തെ നോക്കി ആത്മമണ്ഡലത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, സുവിശേഷ വിരോധികളെ, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിങ്ങളെയും സഹോദരന്മാരായി കാണുന്നു. ഓ ജീസസ്, ക്രിസ്തുവിന്റെ രക്തം സിരകളിൽ ഓടുന്നവർക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. ഒരാമയും പറയണേ. പ്രൈസ് ദി ലോർഡ്.